ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാൻ നമുക്ക് ചുറ്റുപാട് നമ്മൾ ഒത്തിരി പേരെ അങ്ങനെയുള്ളവരെ കണ്ടുമുട്ടിയിട്ടുണ്ടാവാം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് നമ്മുടെ ജീവിത പങ്കാളിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇങ്ങനെ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായി വരുന്നത്. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല സൈക്കിക്കാണ്. അവർക്ക് ശരിക്കും നന്നായിട്ട് ചികിത്സയോ കൗൺസിലിങ്ങോ വളരെയധികം അത്യാവശ്യമുള്ള ഒരു ഡിസോർഡർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അവർ പല രീതിയിലുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ അവർക്ക് ഉണ്ടാവാം. പക്ഷേ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നവരെ കുറ്റക്കാരാക്കി മാറ്റുക എന്ന ഒരു പ്രവണതയാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിക്ക് ഉള്ളത്. അവരെപ്പോഴും സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. അവർക്ക് ഭാര്യനെ നോക്കണമെന്നോ അല്ലെങ്കിൽ അച്ഛനമ്മയും നോക്കണമെന്നോ അല്ലെങ്കിൽ സഹോദരനെ നോക്കണമെന്നോ സഹോദരിയെ നോക്കണമെന്നോ അങ്ങനെ ഒരു ചിന്തയുണ്ടാവില്ല. അഥവാ അവരെ ഭാര്യനെയോ അല്ലെങ്കിൽ അച്ഛനമ്മയെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെയോ നോക്കുന്നുണ്ടെങ്കിൽ അതിന് അവർ തനതായ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം അവർ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ കാണുക. അവർക്ക് എമ്പതി എന്ന് പറയുന്ന ഒരു സംഭവം ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താണെന്ന് അവർക്ക് അറിവുണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവരിൽ പലരും എന്ന് വെച്ചാൽ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ പലരും സ്വന്തം കുറ്റങ്ങൾ മറച്ചു വയ്ക്കുകയും ഈ സ്വന്തം കുറ്റങ്ങൾ അവരുടെ കുറ്റങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരെ കുറ്റക്കാരാക്കി മാറ്റാനുള്ള നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ളവരാണെങ്കിൽ അവർ തീർച്ചയായും വളരെയധികം ഈഗോയിസ്റ്റിക് ആയിരിക്കും. പിന്നെ അവർ സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾ സ്വന്തമായി സമ്പാദിച്ച് നിങ്ങൾ സ്വന്തമായി ജീവിക്കുക, അങ്ങനെയൊരു തത്വമായിരിക്കും അവർക്കുള്ളത്. അവരുടെ ഫിനാൻഷ്യലി അവർ ഭാര്യനെയോ അച്ഛനെയോ അമ്മേനെയോ സപ്പോർട്ട് ചെയ്താൽ തന്നെ അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ സ്വന്തം പങ്കാളിക്ക് അവരെക്കാട്ടി വിദ്യാഭ്യാസം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ മുന്നിലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള പങ്കാളികളെ മാക്സിമം അവോയ്ഡ് ചെയ്ത് അവരിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു പ്രവണതയും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെയൊരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൗൺസിലിംഗ്, നല്ല വിദഗ്ധ കൗൺസിലിങ്ങിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ.